നമ്മുടെ പറമ്പിലെ കൊള്ളി ഇട്ടിട്ട് കൊള്ളി മൂത്തിട്ടുണ്ട്. നമ്മളത് കൊള്ളി പറിക്കാനായിട്ട് വന്നതാണ്. നമുക്കൊന്ന് പറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളിയുണ്ട്, വാഴയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഓൾറെഡി വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പറിച്ച് നോക്കാം. തരക്കേടില്ലാത്ത കിഴങ്ങുകളുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും കൊള്ളി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പറിച്ചതിന് ശേഷം ചെട്ടുമല്ലി നട്ടാക്കാണ്. ചെട്ടുമല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിന് പൂവ് പ്രതീക്ഷിച്ചാണ് നട്ടാക്കണത്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പറിച്ച കൊള്ളിയുടെ തണ്ടും നട്ടുകൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറുതായിട്ട് പയർ, വെണ്ടയ്ക്ക അതും പാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി കാണാൻ നമ്മുടെ വാഴത്തോപ്പാണ്. വാഴകളൊക്കെ കൊലച്ചു തുടങ്ങി. റോബസ്റ്റ് ഉണ്ട് മെയിനായിട്ടും. പിന്നെ ഏത്തവാഴയും പൂവൻവാഴയും ആണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. ഇതാണ് നമ്മുടെ വാഴത്തോപ്പ് കേട്ടോ. നമ്മളിപ്പോൾ വാഴത്തോപ്പിലേക്ക് വന്നാക്കാണ്. വാഴത്തോപ്പിൽ അത്യാവശ്യം കൊലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പം പാകമായിട്ടുണ്ട്, അവിട്ടെടുക്കാം. പിന്നെ റോബസ്റ്റാണ് ഇവിടെ ഈ സൈഡ് ചെയ്താണത്. അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഏത്തവാഴയൊക്കെ ചെയ്താണത്. ഏത്തവാഴ ഉണ്ട്, പൂവനുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വാഴത്തോപ്പിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഇതിന് നമ്മുടെ ചെട്ടുമല്ലി അടുത്തതായിട്ട് ഇവിടെ നട്ടാക്കണത്. ഇത് അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട്. ഇത് ചില ചെട്ടുമല്ലികൾ കേടായി പോയിരുന്നു. അപ്പോൾ നമ്മളതിന് പകരത്തിനുള്ള തൈകൾ വേറെ കൊണ്ട് നട്ടിട്ടുണ്ട്. ഇതിനൊപ്പം നമ്മൾ ചീരത്തൈ നട്ടിട്ടുണ്ട്. കുറച്ച് വെണ്ടയും നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ് നമ്മുടെ അടുത്തതായിട്ട് നട്ടാണ് ഒരു വാരം. ചെട്ടുമല്ലി ഉണ്ട്, അതിനകത്ത് വെണ്ടയ്ക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു വാരം നട്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ കൃഷി. മെയിനായിട്ട് ഇവിടെ ചെട്ടുമല്ലി തന്നെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്താക്കണത്. പിന്നെ ചെട്ടുമല്ലിയുടെ ഒപ്പം തന്നെ നമുക്ക് വെണ്ടയ്ക്കുണ്ട്, ചീരയുണ്ട്, കുറച്ച് പാവലും ഇട്ടിട്ടുണ്ട്. പിന്നെ ആ വാരം പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന വെച്ചിട്ട് അതിനകത്ത് കുറച്ച് കൊള്ളി നട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമുക്കിപ്പോൾ കർക്കിടക മാസം ഒന്നാണ്. നമുക്കിപ്പോൾ ഇലക്കറികളൊക്കെ കഴിക്കേണ്ട സമയമാണ്. നമ്മുടെ ഇപ്പോൾ ആ തൊടിയിൽ മത്തൻ്റെ ഇല ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മത്തൻ്റെ ഇല പറിക്കാനായിട്ട് വന്നതാണ്. കുറച്ച് മത്തൻ്റെ ഇല നമുക്ക് പറിച്ച് കൊണ്ട് കറി വയ്ക്കാനുള്ള പരിപാടി നോക്കാം. നമ്മൾ ഇല പറിച്ച് കഴിഞ്ഞു മത്തൻ്റെ. നമുക്ക് ഇത്രയും ഇലകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്നേക്ക് കറി വയ്ക്കാനുള്ളത് അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു.